അപ്പൂയെ പോന്നെങ്കിൽ പോട്ടറ അവന്റെ അപ്പനെ പോലെ ഒരുത്തിനെ നമ്മൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ് സിറ്റി ഗ്രൂപ്പ് തങ്ങളുടെ ആരാധകർക്ക് വേണ്ടിയിട്ട് അപ്പൂയയുടെ വിടവാങ്ങലിന് പിന്നാലെ ജേമി മൻസൂറോ എന്ന സൂപ്പർ താരത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്നത്. ഈ ഒരു ഫ്രഞ്ച് മിഡ്ഫീൽഡറെ കുറിച്ച് കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇന്ത്യൻ സൂപ്പർ ആരാധകർക്കില്ല. കാരണം അവർക്ക് നന്നായിട്ടറിയാം എതിരാളികൾ ഏറെ ഭയചകിതരായിട്ട് ജംഷഡ്പൂർ എഫ് സിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു അടിപൊളി അഡാർ ഐറ്റത്തിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. എനിക്ക് പലപ്പോഴും അഡ്രിയാൻ ലൂണയേക്കാൾ മികച്ചവനായിട്ട് ഈ ജെർമി മൻസൂറയെ തോന്നിയിട്ടുണ്ട്. ജെർമി ഫിലിപ്പെ ബെർണാഡ് മെൻസേറോ എന്ന ഈ ഒരു ഫ്രഞ്ച് മിഡ്ഫീൽഡർ ജംഷഡ്പൂർ എഫ് സിയുടെ മുത്തായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഈ 32 വയസ്സുകാരനായിട്ടുള്ള ഫ്രഞ്ച് താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും എല്ലാം കളിക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്തതാണ്. ജംഷഡ്പൂരിന് വേണ്ടിയിട്ട് 21 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. അതിൽ നിന്ന് അങ്ങേര് നേടിയ ഗോളുകളുടെ എണ്ണമോ അസിസ്റ്റുകളുടെ എണ്ണമോ ഒക്കെ പറയാൻ നിന്നാൽ നമ്മൾ ഞെട്ടി മൂക്കത്ത് വിരൽ വെച്ച് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അയാൾ എടുക്കുന്ന ഫ്രീക്കുകളുടെ ആ ഒരു കൃത്യത, അത്രമാത്രം ആക്യുറസിയോടെ ഇത്രമാത്രം പ്രിസീഷനോടെ ഫ്രീക്ക് എടുക്കുന്ന വേറെ ഒരു താരം ISL ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഓവർ റേറ്റ് പറയുന്നതല്ല. ആദ്യം നമ്മുടെ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി കളിച്ച എലാനോ ബ്ലൂമർ എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അഡ്രിയാൻ ലൂണ എടുക്കുന്നുണ്ട്, ഇടയ്ക്ക് വിപിൻ സിംഗ് എടുക്കുമായിരുന്നു. പിന്നെ വിപിൻ സിംഗിനെ അതിന് യൂസ് ചെയ്യാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. അവരുടെ പിന്നെ നമ്മുടെ മാസലിനോ എന്ന് പറയുന്ന ബ്രസീലിയൻ താരം ഇങ്ങനെ ഫ്രീക്കുകൾ എടുക്കുമായിരുന്നു. വളരെ വളരെ പ്രിസീഷ്യസുമായിട്ട് ഫ്രീ കിക്കുകളും കോർണറുകളും ഒക്കെ തൊടുത്ത് വിടാൻ കപ്പാസിറ്റിയുള്ള ജെർമി മൻസീറോ എന്ന സൂപ്പർ താരം മുംബൈ സിറ്റിയുടെ ആയുധപുരയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കരുത്തുണ്ട്. വല്ലാത്തൊരു ബൂസ്റ്റ് ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഒറ്റ താരം കൊണ്ട് ഈ ഒരു ട്രാൻസ്ഫർ വീക്ക് മുംബൈ സിറ്റി തൂക്കി എന്ന് പറയാം. അബ്സല്യൂട്ട്ലി ഈ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വീക്കിൽ ഇതിനെ കവച്ചു വെക്കുന്ന ഒരു ട്രാൻസ്ഫർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുംബൈ സിറ്റി വിൻ ഫോർ ദിസ് ഡേ അല്ലെങ്കിൽ ഫോർ ദിസ് വീക്ക് എന്നൊക്കെ പറയാം.